ഇത് മിനിഞ്ഞാന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷെ വയ്യാത്തോണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യണത്. വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് പോലെ തന്നെ ഇതൊരു കുളത്തേക്ക് പോയിട്ടുള്ള മിനി വ്ളോഗാണ്. വൈകുന്നേരം എന്തോ ഒരു വീഴണ സൗണ്ട് അമ്മ കേട്ടു പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി നോക്കിയപ്പോ അതൊരു പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അതങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എവിടേക്കാ പോണത്? വൈകുന്നേരം ഒരു 3:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ രാരുവിനെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് എണ്ണ തേച്ച് തരുന്നുണ്ട്. എപ്പോഴെങ്കിലും കിട്ടണം ഈ അവസരം ഞാൻ മുതലാക്കാതെ വിടുവോ? രാരു ആണെങ്കിൽ കുളത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ക്ഷമ ഇല്ലാതെ തുള്ളി കളിച്ചോണ്ട് നിൽക്കട്ടോ പോവാന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളെ വീടിന്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ, പാടത്തിന്റെ സൈഡായിട്ടാണ് കുളം വരുന്നത്. രാരും അമ്മയും കൂടി മുന്നിൽ നടന്നു. ഞാനാണെങ്കിൽ തലയിൽ തേക്കാനുള്ള താളിക്കായിട്ട് ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് ഞാനും അങ്ങനെ കുളത്തേക്ക് നടക്കുകയാണ്. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും എന്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ, കാരണം ജലദോഷമാണ്. അങ്ങനെ ഞാനും കുളത്തിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ കുളം വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. കുറെ തെങ്ങുകളും പിന്നെ അപ്പുറത്ത് പാടം, പിന്നെ വഴിക്കിലാണെങ്കിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ. അത് അസുരവിത്ത് ചെടിയാണെങ്കിലും അടിപൊളി രസമാണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ. ഇത് കൽപ്പടവുകളും സ്റ്റെപ്പുകളും ഒന്നുള്ള ചതുരത്തിലുള്ള കുളയല്ല, ഇത് സാധാരണ ഒരു കുളമാണ്. ഞങ്ങൾ തിരുമ്പും കുളിക്കുകയും ഒക്കെ ചെയ്യണ ആ ഭാഗത്ത് നിറച്ചൊരു പാറയാണ് കേട്ടോ ഉള്ളത്. ആ പാറയിൽ ആൾക്കാർ കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടുള്ളവർ ചെയ്തതാണ്, കാരണം താളിയൊക്കെ ഉരയ്ക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് തേങ്ങയുടെ കക്കനാണ് കേട്ടോ, അതായത് എണ്ണയുടെ അടിയിലെ ഭാഗത്ത് ഊറി നിൽക്കണ ആ കക്കൻ. നിങ്ങളുടെ അവിടെയൊക്കെ കക്കൻ എന്നാണോ പറയാന്ന് അറിയില്ല. രാരുവിനെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അപ്പുറത്ത് ഇരുന്ന് തുണി തിരുമ്പാണ് കേട്ടോ, ഞാനാണെങ്കിൽ തലയിൽ താളി തേക്കുകയാണ്. ഇങ്ങനെ താളി തേക്കലും കക്കൻ തേക്കലും ഒക്കെ കുളത്തിൽ വരുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, കാരണം വീട്ടിൽ നമുക്ക് ഇതൊന്നും നടക്കാറില്ല. അങ്ങനെ തലയിലൊക്കെ താളി തേച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ നീന്തുകയാണ് കേട്ടോ കുറച്ചേരം. ഈ കുളത്തേക്ക് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽക്ക് വരാൻ തുടങ്ങിയതാട്ടോ. അതുകൊണ്ട് തന്നെ ഈ കുളത്തിന്റെ മുക്കും മൂലയും ഒക്കെ എനിക്ക് കാണാപ്പാടാണ്. ഞാനും ഇവിടെയുള്ള എല്ലാവരും ഈ കുളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ കുളിച്ചേർന്നത്. പിന്നെ ഞാൻ രാരുവിന്റെ മേത്ത് കക്കനൊക്കെ തേച്ച് പിന്നെ രാരുവിനെ കുളത്തിൽ ഇറക്കിയിട്ട് എന്റെ കയ്യിൽ കടത്തി നീന്തിപ്പിക്കുകയാണ്. ഇവന് ഇതിനും ചെറുതായിരുന്ന സമയത്ത് കുളത്തിൽ കൊണ്ടുവന്നപ്പോ ഇറക്കുമ്പോൾ ഇവന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, പേടിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ കേറുന്നില്ല കേട്ടോ കുളത്തിൽ. അങ്ങനെ കുറച്ചു നേരത്തെ വിസ്തരിച്ചുള്ള കുളിക്ക് ശേഷം ഞങ്ങൾ രണ്ടാളും കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അമ്മയുടെ കുളിയും കൂടിയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി തിരിച്ചു പോരാണ് വീട്ടിലേക്ക്. അതിനിടയിൽ ഞങ്ങൾക്ക് 3 മയിൽപ്പീലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രാരുവിന്റെ കൈ കൊടുത്തപ്പോൾ രാരു പറയാണ് കൃഷ്ണനാണ് മയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു. മയിൽപ്പീലിയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ 3 മയിൽപ്പീലി. അതിവിടെ പഴയ മയിൽപ്പീലിയുടെ ഒരു കെട്ടന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ മയിൽപ്പീലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള സ്റ്റോക്ക് തന്നെ ഉണ്ട്, അതിലേക്ക് ഞാൻ ആക്കി വെക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ബായ്.